ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു. നിങ്ങളെ എനിക്ക് ചതിക്കാനാവില്ലെന്ന്. എന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? മുഹമ്മദ് അലിയും അയാളുടെ ബോസ് ചൈനക്കാരനും ചേർന്ന് എനിക്ക് $50,000 ഓഫർ ചെയ്തു. സീസൈറ്റിലെ 5 സ്റ്റാർ ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി 25,000 ഞാൻ അഡ്വാൻസ് ആയി വാങ്ങി. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങളെ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കൊടുക്കാമെന്ന നീ എന്തിനെ വെറുതെ മോഹിപ്പിച്ചു? വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച വേശ്യായിട്ട് നിനക്കെന്നെ ചതിക്കാമായിരുന്നില്ലേ? നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ്. അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് തോറും കയറിയിറങ്ങി ആളുകളെ ക്ഷണിക്കുകയാണ്. അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും? സോറി. നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി. പൂത്തലപ്പാവും കല്യാണ ബൊക്കയും പിടിച്ച് പാലമറ്റത്തെ പടികയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം. വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾഗേളിന്റെ പകൽ സ്വപ്നം. നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം. സക്സസ് ആകാതെ പോയൊരു അറ്റംപ്റ്റ്. നിന്റെ കുമ്പസാരോ ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ? ഇനി നിനക്ക് എന്ത് വേണം? കടന്നുപോ എന്റെ മുമ്പിൽ നിന്ന്. കടന്നുപോവാൻ. എവിടെയാണ് ടെൻഡർ എമൗണ്ട്? അവന്റെ കൂടെ കിടന്ന് സൂഹിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത്. എത്രയാണ് ടെൻഡർ എമൗണ്ട്? പറയാൻ നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോ?
പെട്ടിയെടുത്തോ. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ മക്കള്? അമ്മച്ചി, അളിയനോടെ പോയി പള്ളിക്കലോട്ട് പോയി. കുരുള സാറൊക്കെ എന്ത് വരും? അവര് വരും. പെണ്ണുകൂട്ടർക്ക് താമസിക്കാൻ ഗ്രീൻലാൻഡ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 AC റൂമേ ഉള്ളൂ. അത് മതിയോ സണിച്ച? പറയാം. മോനെ, എപ്പോ വന്നടാ? സുഖമായിരുന്നു അവിടെ? ഇച്ചായ, മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചിട്ടും മായുന്നില്ല. മായണം. ഞാൻ മാച്ചല്ലോ. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചായ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചായ നാട് വിട്ടപ്പോഴും ആ കൊച്ചി ഇച്ചായന് വേണ്ടി കാത്തിരുന്നു. 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലൊക്കെ നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട.